നമസ്കാരം. ഇന്ന് നമുക്ക് യോഗശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തായ രഹസ്യം പ്രാണായാമത്തിന്റെ ഗുണങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാം. ഒരു സാധാരണ ശ്വാസം എങ്ങനെ ആത്മാവിനെ പരമബോധത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമുക്ക് കാണാം. പ്രാണായാമം ശരീരത്തിനുള്ളിൽ ഒരു അത്ഭുതകരമായ പരിവർത്തന പ്രക്രിയ ആരംഭിക്കുന്നു. ജീവന്റെ പ്രാണശക്തിയും മനസ്സിന്റെ ഊർജവും ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം ശുദ്ധമാകുമ്പോൾ മനസ്സിനുള്ളിലെ ഗുണങ്ങൾ പരിവർത്തനം പ്രാപിക്കുന്നു. ആത്മാവിൽ കരുണ, സ്നേഹം, ഏകത്വം എന്നീ മഹാഗുണങ്ങൾ ഉണരുന്നു. പ്രാണായാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശരീരം വെറും അസ്ഥികൾ, മാംസം, രക്തം എന്നിവയല്ല, അത് തന്നെ ഒരു ഊർജ്ജരൂപമാണ്. യോഗത്തിന്റെ മാർഗത്തിലൂടെ ഈ ശരീരത്തെ അത്രയും സൂക്ഷ്മമാക്കി പ്രാണശക്തിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും. പ്രാണായാമം അതിന്റെ ചാവിയാണ്. പ്രാണായാമത്തിന്റെ ഏറ്റവും പ്രധാന ഗുണം ജീവശക്തി ഉണരുന്നു. ഇത് ശരീരത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ശക്തമാക്കുന്നു. മനസ്സിനും ശരീരത്തിനും പുതിയ ചൈതന്യം നൽകുന്നു. ഇത് വെറും ശ്വാസമെടുക്കുന്ന രീതിയെ പഠിക്കുന്നതല്ല, മറിച്ച് നമ്മളിൽ തന്നെ ഉറങ്ങിയിരിക്കുന്ന പ്രാണശക്തിയെ ഉണർത്തുന്നതാണ്. വിദ്യുത് സിദ്ധാന്തം പോലെ പ്രാണായാമം ശരീരത്തിൽ സ്ഥിരവൈദ്യുതം ഉൽപ്പാദിപ്പിക്കുന്നു. മിന്നൽ മഴ എത്തുമ്പോൾ വായു എത്ര പുതുമയാർന്നതും ഉണർവേറിയതുമായിരിക്കും. അതുപോലെ പ്രാണായാമം ശരീരത്തിലെ പോസിറ്റീവ് അയണുകളെ നെഗറ്റീവാക്കുന്നു. മനസ്സും ശരീരവും പുതുമ നിറഞ്ഞതാകുന്നു. പ്രാചീന ഋഷികൾ പ്രാണായാമം കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് യോഗ ചികിത്സ എന്ന ആശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാണായാമം ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ അനന്തമാണ്. ഇത് വെറും അനുബന്ധഫലം മാത്രമാണ്. പ്രാണായാമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബോധത്തിന്റെ ഉന്നമനമാണ്. പ്രാണായാമം ശ്വാസകോശത്തിലെ പേശികളെ ശക്തമാക്കുന്നു. നാം ദീർഘമായ, മന്ദമായ, നിയന്ത്രിതമായ ശ്വാസമെടുക്കുമ്പോൾ വായു ഫലപ്രദമായി രക്തത്തിൽ ലയിക്കുന്നു. അതുവഴി ശരീരത്തിലെ ഓക്സിജൻ വിതരണവും മാലിന്യങ്ങളുടെ പുറത്താക്കലും കൂടുതൽ കാര്യക്ഷമമാകുന്നു. പ്രാണായാമം ചെയ്താൽ നാം അധികം ഓക്സിജൻ എടുക്കുന്നില്ല, പക്ഷേ അതിനെ ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുന്നു. ഇതാണ് അതിന്റെ അത്ഭുതം. ശ്വാസപ്രക്രിയയുടെ ദീർഘമായ ചലനങ്ങളിലൂടെ വയറിലെ അന്തരാവയവങ്ങളിലെ പേശികൾക്കും നാഡികൾക്കും പ്രകൃതിദത്ത മസാജ് ലഭിക്കുന്നു. ഇത് ജീർണപ്രക്രിയയെ ശക്തമാക്കുകയും കബ്ജം, അജീർണം തുടങ്ങിയ പ്രശ്നങ്ങൾ മാറ്റുകയും ചെയ്യുന്നു. രക്തം കൂടുതൽ പോഷകഘടകങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു. 1968 ഇന്ത്യയിലെ ആരോഗ്യ മന്ത്രാലയം ബിഹാർ സ്കൂൾ ഓഫ് യോഗയോട് ചേർന്ന് നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയതാണ് പ്രാണായാമം ഹൃദയത്തിന് അത്ഭുതകരമായ ഗുണം നൽകുന്നു. മന്ദഗതിയിലുള്ള ദീർഘമായ ശ്വാസം ഹൃദയത്തെ വിശ്രമിക്കലാക്കുന്നു. നാഡീശോധന പ്രാണായാമം പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ റിതമിനെ സമതുലിതമാക്കുന്നു. ഇത് ഹൃദയമിടിപ്പിനെയും രക്തസമ്മർദ്ദത്തെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ പെരുമാറ്റവും വികാരങ്ങളും നിയന്ത്രിക്കുന്ന ഗ്രന്ഥികൾ, അവയുടെ പ്രവർത്തനം പ്രാണായാമം സമതുലിതമാക്കുന്നു. രക്തത്തിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതിനാൽ പിറ്റ്യൂട്ടറി, പീനിയൽ പോലുള്ള ഗ്രന്ഥികൾ ഉണർവ് പ്രാപിക്കുന്നു. ഇതാണ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള മൃദുല മാറ്റം നൽകുന്നത്. പ്രാണായാമം മസ്തിഷ്കത്തിലേക്ക് സമൃദ്ധമായ രക്തവിതരണം നൽകുന്നു. ശ്വാസത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഡയഫ്രം ചലനങ്ങൾ നാഡികളെ ഉണർത്തുകയും നാഡീപ്രണാളിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ മന്ദഗതിയിലുള്ള ശ്വാസം മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ഹൃദയവും ശ്വാസവുമായി സമതുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇതിലൂടെ വലുതായ ആശ്വാസം ലഭിക്കുന്നു. പ്രാണായാമത്തിന്റെ സ്ഥിരമായ അഭ്യാസം മനസ്സിനെ ശാന്തവും സ്ഥിരവുമായതാക്കുന്നു. ഒരു കാറ്റില്ലാത്ത മുറിയിലെ ദീപശിഖയെപ്പോലെ മനസ്സ് തെളിഞ്ഞു നിൽക്കും. മനസ്സിന്റെ ചഞ്ചലതയും വികാരങ്ങളിലെ അതിരൂക്ഷതയും നശിക്കുന്നു. പ്രാണായാമം ചെയ്ത ശേഷം ധ്യാനത്തിൽ പ്രവേശിക്കുന്നവർക്ക് മനസ്സിൽ അനാവശ്യമായ ചിന്തകളില്ലാതെയും ഉറക്കിലിക്കാതെയും സജാഗമായ സമാധി അവസ്ഥ പ്രാപിക്കാൻ കഴിയും. പ്രാണായാമം വെറും ശ്വാസനിയന്ത്രണമല്ല, ഇത് ബോധത്തിന്റെ പരിവർത്തനമാണ്. മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച ശേഷം ബോധം അകത്തേക്ക് മടങ്ങുന്നു.
ഇതിലൂടെ സൂക്ഷ്മബോധത്തിന്റെ ലോകങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. പ്രാണശക്തി ഉണരുമ്പോൾ കുണ്ടലിനി ശക്തി മസ്തിഷ്കത്തിലേക്ക് ഉയരുന്നു. അവിടെ നിന്നും ഉരുത്തിരിയുന്നത് സ്വയമേവ ധ്യാനാവസ്ഥ, ശാന്തമായ തെളിഞ്ഞ ബോധാവസ്ഥ. ഇതാണ് പ്രാണായാമത്തിന്റെ യഥാർത്ഥ അത്ഭുതം. യോഗഗ്രന്ഥങ്ങൾ പറയുന്നു, കുംഭകം സമയത്ത് മൂക്കിന്റെ അറ്റത്ത് ധ്യാനം ചെയ്താൽ പ്രാണൻ നിയന്ത്രിക്കാം. നാഭിയിൽ ധ്യാനം ചെയ്താൽ രോഗങ്ങൾ മാറും. പാദം ചിന്തിച്ചാൽ ശരീരം ഭാരശൂന്യമാകും. പ്രാണായാമം അഭ്യസിക്കുമ്പോൾ നമ്മുടെ ശരീരം ഭൂമി കേന്ദ്ര ആകർഷണത്തോട് ബന്ധം നഷ്ടപ്പെടുത്തുന്നതുപോലെ തോന്നും. ഒരു ലഘുത്വം, ഭാരരഹിതാവസ്ഥ, അന്തരീക്ഷത്തിൽ നീന്തുന്ന അനുഭവം. ഇത് വെറും ആത്മീയ അനുഭവമല്ല, മരണഭയത്തെ മറികടക്കാനുള്ള ആത്മവിജയം കൂടിയാണ്. മഹർഷി പതഞ്ജലി പറഞ്ഞിട്ടുള്ള അഭിനിവേശം, മരണമെച്ചുള്ള ഭയം പ്രാണായാമം കൊണ്ട് അസ്തമിക്കുന്നു. അതിനാലാണ് ഹഠയോഗ പ്രദീപിക പറയുന്നത്, ബ്രഹ്മാവും മറ്റു ദേവതകളും പ്രാണായാമം ചെയ്യുന്നു. കാരണം അത് മരണഭയം അവസാനിപ്പിക്കുന്നു. പ്രാണായാമം ആത്മാവിനെ ശുദ്ധിയാക്കുന്നു. അറിവിന്റെ പ്രകാശം അകത്തുനിന്നും പുറത്തുവിടുന്നു. പഴയ കർമ്മങ്ങൾ വിഘടിക്കുന്നു. ശിവസംഹിത 3.49 ഇങ്ങനെ പറയുന്നു, ശ്വാസനിയന്ത്രണത്തിലൂടെ ഈ ജന്മത്തിലും മുൻജന്മത്തിലും ചെയ്ത കർമ്മങ്ങൾ ജ്ഞാനിയാൽ നശിപ്പിക്കപ്പെടുന്നു. അതാണ് പ്രാണായാമത്തിന്റെ മഹത്തായ ശക്തി. ശ്വാസത്തിലൂടെ ആത്മശുദ്ധി. പ്രാണായാമം വെറുമൊരു അഭ്യാസമല്ല, അതൊരു ജീവിത വിപ്ലവമാണ്. ഒരു ബോധപൂർവമായ ശ്വാസം നമ്മെ രോഗത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. ശ്വാസം ദൈവത്തിന്റെ സമ്മാനമാണ്. പ്രാണായാമം അതിനെ തിരിച്ചറിയാനുള്ള വഴിയാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം പുണ്യാത്മാക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പീസ് ആൻഡ് ലവ്.